നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. You are dismissed. വരണടാ. ഏയ്, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? എവിടെയാണ് നിങ്ങളുടെ ദേവിക ടീച്ചർ? എനിക്ക് അവളെ ഒന്ന് കാണണം. ഇപ്പൊ ഇവിടെ ആരും കാണാൻ പറ്റില്ല. ഇവിടെ പിടിച്ചു മാറ്റണം അവനെ. പറ്റില്ല. ഓടാ ഇങ്ങോട്ട്. ഓടാ ഇങ്ങോട്ട്. ഇല്ല ഞാൻ. 9 പേരവർ കൽപ്പനിക്കാർ ഒരമ്മ പെറ്റവരായിരുന്നു. ഇറങ്ങി വാടി. ഇങ്ങോട്ട് വരാനില്ലടി പറഞ്ഞ. സ്വർണ്ണമ്മ, ഇവിടെ ക്ലാസ് നടക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് പോവോ? ഓ, ടീച്ചറമ്മ ഇവിടെ പിള്ളേരെ പഠിപ്പിക്കുവാണോ? അങ്ങനെ ഇപ്പൊ നീ സുഖിച്ച് പഠിപ്പിക്കണ്ടടി. എന്റെ മോന്റെ പേരിലുള്ള കേസ് പിൻവലിപ്പിച്ചിട്ട് നീ ഇനി പഠിപ്പിച്ചാ മതി. ഈ സ്വർണ്ണമ്മ പറയുന്നേ. സ്വർണ്ണമ്മ, ഞാൻ വരാം. നാളെ തന്നെ വരാം. കേസ് പിൻവലിക്കാം. ഇപ്പൊ ഇവിടുന്ന് പോണം പ്ലീസ്. ഇല്ലടി, ഞാൻ അങ്ങനെ പോകാൻ വന്നവളല്ല. പോകുന്നെങ്കി നിന്നെയും കൊണ്ടേ പോവും. പണം എല്ലാം തന്നതല്ലേ, കടവും തീർന്നു. ഞാൻ ഇവിടുത്തെ ജോലി കൊണ്ട് ജീവിക്കുന്നവളാ. ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത്. നീ അങ്ങനെ ഇപ്പൊ ജീവിക്കണ്ടടി. എന്റെ മോൻ ജയിലിൽ കിടന്ന് നരയിക്കുമ്പോ നീ അങ്ങനെ പഠിപ്പിക്കണ്ടടി. ഇങ്ങോട്ട് വരാൻ. സ്കൂളിലെ കുട്ടികളുടെ മുൻപിൽ വെച്ച് ഇങ്ങനൊന്നും വേണ്ട. ഏയ്, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഇതൊരു സ്കൂളാണ്. ഇവിടെ ഒന്ന് ശല്യം ഉണ്ടാക്കരുത്. നിങ്ങൾ യവന്മാരെ വിളിച്ച് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാം. എന്നോട് ഇവിടുന്ന് പോകാൻ പറയാൻ നീ ആരടാ? വാടി ഇവിടെ. ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പോകത്തുള്ളൂ. ഞാൻ പോലീസിനെ വിളിക്കും. വിളിക്കടാ. നീ ആരെ വേണമെങ്കിലും വിളിക്കടാ. പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെ വേണമെങ്കിലും വിളിക്ക. ഇതെന്റെ മോന്റെ ഭാര്യയാകാൻ പോകുന്നവളാ. ഇവളെ ഞാൻ കാണുന്നതിനും സംസാരിക്കുന്നതിനും നിന്റെ അനുവാദം എനിക്ക് വേണ്ട. ശിവ, എനിക്ക് ഇവളോട് സംസാരിക്കണം. അതിനിടയ്ക്ക് ഇവൻ വാ തുറക്കരുത്. ചെല്ല. നീ അത്രയ്ക്കായല്ല. അയ്യോ സ്വർണ്ണമ്മ, വേണ്ടെന്ന് പറ. എന്നെ കാണിക്കണ്ട. കുട്ടികളുടെ മുൻപിൽ വെച്ച വേണ്ടെന്ന് പറ. എടീ, ഇതൊന്നും അല്ല. ഈ സ്വർണ്ണമ്മ ആരാണെന്ന് നീ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എന്നെ പിണക്കി എന്റെ മോനെ ജയിലിലാക്കി നീ ഈ നാട്ടിൽ ജീവിക്കോ? എങ്കിൽ എനിക്കതൊന്ന് കാണണം. മര്യാദക്ക് ഇപ്പൊ തന്നെ അവന്റെ പേരിലുള്ള കേസ് പോയി പിൻവലിക്കും. അല്ലെങ്കിലേ ഇതിവിടം കൊണ്ടൊന്നും തീരില്ല. നാളെ ഞാൻ വരും. ഇവിടെ മാത്രമല്ല, നിന്റെ വീട്ടിലും ഞാൻ വരും. മതിയടാ, പിള്ളേരെ. ഇതിവിടെ വെച്ചുറപ്പിക്കാൻ പറ്റില്ല. ഈ നിമിഷം നിങ്ങളെ ഞാൻ ഡിസ്കസ് ചെയ്യും. അയ്യോ സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. എല്ലാം ഞാൻ കൊടുത്തു തീർത്തതാ. ഇനി ഇവരിവിടെ വന്ന് ശല്യം ഉണ്ടാക്കില്ല സർ. പ്ലീസ്, ഒരു തവണത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്കും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പ്ലീസ്. ടീച്ചർ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരിക്കും. പക്ഷേ സ്കൂളിന്റെ സൽപ്പേര് കളയാൻ ഞാൻ ആരും അനുവദിക്കില്ല.
ആ ഭദ്രം വന്ന് മുമ്പ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, മേലിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കരുതെന്ന്. എന്നിട്ട് കേട്ടോ? ഇല്ലല്ലോ. യു ആർ ഡിസ്മിസ്ഡ്. ചേച്ചി കരയാതെ. ചേച്ചി ചേച്ചി കരയല്ലേ, കരയാതെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ മോളെ ഇവരൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അതാ കേസ് കൊടുത്തതിന്റെ ദേഷ്യത്തിലാവും ചേച്ചി. ചേച്ചി കരയാതെ. എന്താ മോളെ, എന്തിനാ കരയുന്നത്? എന്റെ ജോലി പോയി മുത്തശ്ശ. എന്നെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടു? എന്തിന്? ആ സ്വർണ്ണമ്മയും ഗുണ്ടകളും കൂടി വന്ന് ബഹളം ഉണ്ടാക്കി. കുട്ടികളൊക്കെ ആകെ പേടിച്ചുപോയി. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ മുത്തശ്ശ. ആദ്യം ആ ഭദ്രം വന്നതായിരുന്നു ഇഷ്യൂ. മുത്തശ്ശ ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. മുത്തശ്ശ വരുന്നതും കാത്തിരുന്നതാ ഞാൻ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം. ഈ സംഭവം അറിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ പോലീസിലൊന്നും പോകണ്ടെന്ന്. എന്തിനും ഏതിനും പോലീസിനെ വിളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർക്കും കൊടുക്കണം കാശ്. ഇവിടെ പുളിങ്കുരു ഇരിക്കുന്നോ എണ്ണി കൊടുക്കാൻ? ആന്റി, ആവശ്യമില്ലാത്തടത്ത് അഭിപ്രായം പറയരുത്. ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇതൊന്നല്ല കൂത്ത്. ഇപ്പൊ കുറ്റം എനിക്കായോ? ഞാൻ അന്നേ പറഞ്ഞല്ലേ അവരെ പിണക്കിയിട്ട് നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂലെന്ന്. ആന്റി, ആന്റി എന്തായി പറയുന്നത്? ഞാൻ ആ ഭദ്രനെ കല്യാണം കഴിക്കണമെന്നാണോ? എന്റെ നല്ലതിനല്ല ആന്റി ആഗ്രഹിക്കേണ്ടത്. ഈ അവസ്ഥയില് പോലും അയാളുടെ സൈഡ് വന്ന് പറയാൻ ആന്റിക്ക് എങ്ങനെ തോന്നുന്നു? ആന്റി, മോളെ ദേവിക, നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? എത്ര നാളെ നമ്മൾ അവരെ പേടിച്ച് കഴിയും? എന്നും പോലീസിനെ വിളിക്കാൻ പറ്റോ? അതുമല്ല, നിന്നോട് ആ ഭദ്രനെ തന്നെ കെട്ടണമെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞേ? കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്ക് അതാ നല്ലതെന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.